ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. ഹായ്, നിങ്ങളുടെ പുതിയ ജിമ്മിലേക്കുള്ള ബെസ്റ്റ് ജിം എക്യുപ്മെന്റ്സ് എവിടെ വന്ന് പർച്ചേസ് ചെയ്യണമെന്നുള്ള ആലോചനയിലാണോ? അതോ വീട്ടിൽ സ്വന്തമായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ ഒരു ഹോം ജിം സെറ്റ് ചെയ്യാനുള്ള പ്ലാനിംഗിലാണോ? വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സിദി ഹാജി സ്റ്റേഡിയം എടവണ്ണ. തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറച്ച UDF സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ LDF നഗരസഭ മാർച്ച് നടത്തി. LDF മണ്ഡലം കൺവീനർ ഇ പത്മാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. കാലം നിങ്ങൾക്ക് മാപ്പ് തരില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആദ്യമായി രാഷ്ട്രീയമായി ഏറ്റെടുക്കുന്ന ഒരു സമര തുടക്കമാണ്. ഈ സമരത്തിന്റെ മുദ്രാവാക്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇത്തരത്തിലൊരു സമരവുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വന്നാൽ നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ ഇടയുള്ള ഒരുപാട് പ്രതികരണങ്ങളുണ്ട്. ആ പ്രതികരണങ്ങളെ കുറിച്ച് സൂചിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുക. ഈ സമരത്തിന്റെ പോസ്റ്റ് ആരെങ്കിലും ഒന്ന് സോഷ്യൽ മീഡിയയിൽ ഇട്ട് നോക്കും, ഉടനെ വരും ചില പ്രതികരണങ്ങൾ. ഇവരുടെ കരച്ചിൽ തീർന്നിട്ടില്ല. മാധ്യമങ്ങൾ വരെ അത്തരത്തിലുള്ള പ്രചരണങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. ഇവര് പരാജയപ്പെട്ടതുകൊണ്ട്, ഇടതുപക്ഷത്തിന്റെ ഭരണം നഷ്ടപ്പെട്ടത് കൊണ്ടുള്ള സമരമാണ്, അതുകൊണ്ടുള്ള പ്രതിഷേധമാണ് എന്ന് പല നിലയിൽ അവരുടെയൊക്കെ രാഷ്ട്രീയ നിലവാരത്തിന്റെ തോത് വെച്ച് കളിയാക്കുന്നവരുണ്ട്, ആക്ഷേപിക്കുന്നവരുണ്ട്. അത്തരം നല്ല സുഹൃത്തുക്കളോട് വളരെ വിനയപൂർവ്വം ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതേതെങ്കിലും രാഷ്ട്രീയ പ്രേരിതമായ മുദ്രാവാക്യമല്ല. നിങ്ങൾ കേട്ടല്ലോ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേരള ഗവൺമെന്റ് വെട്ടിക്കുറച്ചിട്ടുള്ള ഗ്രാന്റ് പദ്ധതി വിഹിതം പുനഃസ്ഥാപിക്കണം എന്നതല്ലേ ഈ സമരത്തിന്റെ മുദ്രാവാക്യം. UDF സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അവകാശപ്പെട്ട 1533 കോടി രൂപയുടെ ബജറ്റ് വിഹിതമാണ് വെട്ടിക്കുറച്ചത്. ഫണ്ട് ലഭ്യതക്കുറവ് മൂലം തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും തടസ്സപ്പെട്ട നിലയിലാണെന്നും ലൈഫ് ഭവന പദ്ധതി പ്രകാരം നിർമ്മാണം പൂർത്തിയാക്കിയ വീടുകൾക്ക് നൽകേണ്ട ഗഡുക്കൾ മുടങ്ങിയതോടെ ഗുണഭോക്താക്കൾ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണെന്നും റോഡുകളുടെ മെയിന്റനൻസ് ഫണ്ട് ലഭിക്കാത്തതിനാൽ പ്രധാന പാതകളുടെയും ഉപറോഡുകളുടെയും റീടാറിംഗ് നടന്നിട്ടില്ലെന്നും അംഗനവാടികൾ, വിദ്യാലയങ്ങൾ എന്നിവയുടെ വാർഷിക അറ്റകുറ്റപ്പണികളും തടസ്സപ്പെട്ടതായി നേതാക്കൾ ആരോപിച്ചു. പാലിയേറ്റീവ് ജീവനക്കാർക്ക് മാസങ്ങളായി ശമ്പളം ലഭിച്ചിട്ടില്ല. ഭിന്നശേഷി കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണം, അതിദരിദ്ര കുടുംബങ്ങൾക്കായുള്ള പ്രത്യേക പദ്ധതികൾ, വനിതാക്ഷേമ നവീകരണ പരിപാടികൾ എന്നിവയെല്ലാം നിലച്ച മട്ടാണ്. നഗരസഭയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും ആശുപത്രികളിലും ആവശ്യത്തിന് മരുന്നുകൾ പോലുമില്ലാത്ത അവസ്ഥയാണെന്നും നേതാക്കൾ പറഞ്ഞു. LDF നേതാക്കളായ കക്കാടൻ റഹീം, PM ബഷീർ, M മുജീബ് റഹ്മാൻ, T ഹരിദാസൻ, ശ്രീധരൻ, സ്കറിയ കിനാന്തോപ്പിൽ, പരുന്തൻ നൌഷാദ്, അരുമ ജയകൃഷ്ണൻ, E അരുൺദാസ്, ഷൌക്കത്ത് അലി എന്നിവരും വിവിധ വാർഡ് കൌൺസിലർമാരും മാർച്ചിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. ഇനി ഷോപ്പിംഗിൽ നിലമ്പൂരിന്റെ യഥാർത്ഥ ഫീലിംഗ്സ്. മികച്ച ഫർണിഷിംഗ് ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് എത്തിക്കാൻ ഹോമെക്സ് ഫർണിച്ചേഴ്സ് നിങ്ങളുടെ വീട്ടിലേക്ക് ഇണങ്ങിയ പ്രീമിയം കസ്റ്റമൈസ്ഡ് സോഫാസ്, ലിവിംഗ് റൂം ആക്സസറീസ് എന്നിവ നിർമ്മിച്ചു നൽകുന്നു. ഹോമെക്സ് ഫർണിച്ചേഴ്സ്, വടപുറം, നിലമ്പൂർ. Nature's masterpieces crafted in natural diamond jewelry. Malabar Gold and Diamonds presents Nuva, nature's finest creations. Charitra Vivag Bridal Collections by Shobhika Weddings.